മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബം എന്നതിന് അറബിയിൽ ആല് എന്നും അയ്യാൽ എന്നും അഹ്ല് എന്നും പറയും. അഹ്ല് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. അതിന് താഴെ അർത്ഥം കിട്ടുന്നതാണ് ആല്. അയ്യാൽ എന്ന് പറഞ്ഞാൽ രക്തബന്ധം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അതിൽ മക്കളാണ് ഉൾപ്പെടുക പ്രധാനമായും. മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായി ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. സാഹോദര്യ ബന്ധം ഏറ്റവും വലിയ ബന്ധമാണ്. മുഅ്മിനീങ്ങൾ പരസ്പരമുള്ളത് സാഹോദര്യ ബന്ധമാണ്. അതിന് ഇഖ്വത്ത് എന്ന് പറയും. അൽ ഉഖുവത്തു ഫിൽ ഇസ്ലാം എന്ന മദ്രസയിലെ ബുക്കിലൊരു പാഠമുണ്ട്. ഇസ്ലാമിലെ സാഹോദര്യ ബന്ധം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. സാഹോദര്യബന്ധം നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തകരാൻ 3 കാര്യം ചെയ്താൽ മതിയാവും. നേരാവാൻ കുറേ കാര്യം ചെയ്യണം. കേടരാൻ വെറും 3 കാര്യം മതി. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹോദര്യബന്ധം തകർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്മേൽ നമുക്ക് തുടങ്ങാം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാൻ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയാണ് ആദ്യം പരിശുദ്ധ ഖുർആൻ. ഇഖ്വത്ത് എന്ന വാക്ക് രക്തത്തിൽ പിറന്നവർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. ശരിക്ക് മുതലോരക്കിനടുത്തൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇഖ്വത്തിനും അഖവാത്തിനും സമ്പത്തിൽ ഓഹരിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുതലിൽ ഓഹരി കിട്ടുന്ന രക്തബന്ധത്തെയാണ് ഇഖ്വത്ത് എന്ന് പറഞ്ഞത്. അതേ പ്രയോഗമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ പറഞ്ഞു വന്നിട്ട് അവസാനെത്തുമ്പോൾ 3 കാര്യങ്ങൾ ചെയ്താൽ സാഹോദര്യം തകരും എന്ന് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് കളിയാക്കലാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒന്ന് കളിയാക്കിയാൽ സാഹോദര്യബന്ധം തകരുന്നതാണ്. ലാ യസ്ഖർ ഖൗമുൻ, ഒരു കൂട്ടരും കളിയാക്കരുത്. ഖൗമൻ, മറ്റൊരു കൂട്ടരെ. പരിഹാസം ദഅവത്തല്ല എന്നാണ് ഇസ്ലാമിക പ്രബോധനത്തിൽ. കളിയാക്കുക അതിൻ്റെ ആധുനിക ഭാഷയാണ് ട്രോളുക എന്ന് പറയുന്നത്. കളിയാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, പുതിയ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ട്രോളൽ ദഅവത്തല്ല എന്നാണ്. ഇസ്ലാമിക ദഅവത്തിൽ കളിയാക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഉണ്ടെങ്കിൽ അമ്പിയാക്കൾ ചെയ്യണമല്ലോ. എടാ അബുജാഹിലെ ഉളുപ്പില്ലാത്തവനെ എന്നൊന്നും പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയൂല. ധൈര്യം ഉണ്ടടാ എനിക്ക് ഇത്ര പോരൂലെ പോത്തെ എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അബുജാഹിലിനോട് പറഞ്ഞതായിട്ടൊന്നും എവിടെയും കാണൂല. ഇസ്ലാമിക ദൈവത്തിൽ കളിയാക്കുക എന്നൊരു പരിപാടി ഇല്ല ശരിക്ക്. അപ്പോൾ അതുകൊണ്ട് പരിഹാസം, ട്രോളൽ എന്നത് ദൈവത്തല്ല, അത് സാഹോദര്യബന്ധം തകർക്കുന്നതാണ്. ആരും ആരെയും കളിയാക്കാൻ പാടില്ല. ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ കളിയാക്കാൻ പാടില്ല. ലാ യസ്ഖർ ഖൗമുൻ, ഒരു കൂട്ടരും പരിഹസിക്കരുത്. യസ്ഖർ എന്നുള്ളതിൻ്റെ ശരിക്ക് നമ്മളെ ഇന്നത്തെ ഒരു ഭാഷയിൽ അർത്ഥം വെച്ചാൽ കൊച്ചാക്കരുത് എന്നാണ്. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കൊച്ചാക്കരുത്. അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും, പരിഹസിക്കുന്നവർ, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായിരിക്കും. വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെയും കളിയാക്കരുത്. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, കളിയാക്കപ്പെടുന്നവൾ കളിയാക്കുന്നവളേക്കാൾ ഖൈറായവളായിരിക്കും. ഇന്ന് വലിയ വലിയ പ്രഭാഷണങ്ങൾ വരെ പരിഹാസമായി മാറിയിട്ടുണ്ട്. വലിയ വലിയ പരിപാടികൾ വരെ, വലിയ വലിയ സമ്മേളനങ്ങൾ വരെ കളിയാക്കലാണ്. അതിന് നമ്മൾ നല്ല പേരൊക്കെ ഇടും. ഹാസ്യ കഥാപ്രസംഗം എന്നൊക്കെ പറയും. രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗം എന്നൊക്കെ പറയും. വലിയ വലിയ പരിപാടിയൊക്കെ കളിയാക്കുന്ന പരിപാടിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കളിയാക്കിയാൽ സാഹോദര്യബന്ധം തകരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തേത് വലാ തൽമിസു അൻഫുസകും, സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത്. ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ്.
സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് എന്നത്. സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ആത്മഹത്യയാണ്. ആത്മഹത്യാ പ്രവണത സാഹോദര്യബന്ധം തകർക്കുമെന്നാണ്. അതുകൊണ്ട് അത് വളരാൻ അനുവദിക്കാൻ പാടില്ല. ഖളായിലുള്ള വിശ്വാസം ആത്മഹത്യയെ തടയും. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വിശ്വാസമാണ് ഖളായിലുള്ള വിശ്വാസം. ഖളായിൽ ഒരാൾക്ക് വിശ്വാസം വന്നതിൻ്റെ ശേഷം അള്ളാനെ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല. അള്ളാനെയും അള്ളാൻ്റെ റസൂലിനെയും വിശ്വാസം വന്നാൽ ഖളായിലും ഖദറിലും വിശ്വാസം വരലാണ് ഉണ്ടാവുക. ഖളാ ഉള്ള അല്ലല്ല, അള്ളാൻ്റെ ഖളാ ആണ്. ഖളാ മനസ്സിലായി, അതുകൊണ്ട് അള്ള ഉണ്ട് എന്നൊരാൾക്ക് തോന്നൂല. അള്ള ഉണ്ട്, അതുകൊണ്ട് ഖളാ ഉണ്ട് എന്നേ തോന്നുള്ളൂ. അതുകൊണ്ട് അള്ളാനെയും അള്ളാൻ്റെ റസൂലിനെയും വിശ്വാസം വന്നാലേ ഖളായിലും ഖദറിലും വിശ്വാസം വരുള്ളൂ. ഖളായിലും ഖദറിലും വിശ്വാസമുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാവൂല. അപ്പൊ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം അതാണ് ഒന്ന് ആത്മഹത്യ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ഒരുപാട് ആക്രമണങ്ങളുണ്ട് എന്നാണ്. വൃത്തിയില്ലാതെ നടക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. രോഗമുണ്ടാവുമ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. തവക്കുലിൻ്റെ വലിയ അയലാമർത്തബയിലുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പനി ഉണ്ടായി എന്നാണ്. പനി ഉണ്ടായപ്പോൾ മൂപ്പരോട് ആൾക്കാർ ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണല്ലേ എന്ന് ചോദിച്ച്. അതിൽ മൂപ്പർ പറഞ്ഞു, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്തേ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ കാട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അള്ളാനെയാണ് മൂപ്പർ ഉദ്ദേശിക്കണത്. അപ്പം അങ്ങനെ തവക്കുലിൻ്റെ വല്ല മർത്തബയിലുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ദണ്ണുണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. കഴിക്കാതിരിക്കുന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മൂത്രമൊഴിക്കണം, അല്ലെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. മൂത്രമെന്ന നിയമത്താണത്രേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിഷേധത്തോടു കൂടെ കാണുന്ന നിയമത്ത് എന്നാണ്. മനുഷ്യൻ ഏറ്റവും നിഷേധത്തോടു കൂടെ രാത്രി 1:30 മണിക്ക് വേങ്ങര അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കോയപ്പാപ്പാൻ്റെ മക്ബറിൻ്റെ അടുത്ത് വന്നാൽ 1.5 ലക്ഷം റുപ്യ തരാമെന്ന് ഒരാൾ പറഞ്ഞാൽ മൊബൈൽ അലാറം വെച്ചിട്ട് പോയി കാത്തുക്കും. അതേ സമയത്ത് ഒരു 1:30 മണിക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ പണ്ടാറ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് എന്ന് പറയും. എന്തേ? 1.5 ലക്ഷം നിയമത്താണ്. മൂത്രമൊഴിക്കാൻ മുട്ടൽ നമുക്ക് നിയമത്തല്ല. അതാണ് കാരണം. നിയമത്തൊക്കെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ്. 2 ലക്ഷം റുപ്യ നമുക്ക് നിയമത്താണ്. 3 കോടി റുപ്യ ഉണ്ടായാലും ഒരു തുള്ളി മൂത്രം ഉണ്ടാക്കാൻ കഴിയൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല, രക്തത്തിൽ നിന്ന് ദുഷിച്ച നീരിനെ കുത്തിയെടുത്ത് കളയുന്ന പരിപാടിയാണ് ഡയാലിസിസ് എന്ന് പറഞ്ഞത്. മൂത്രം ഉണ്ടാക്കാൻ അള്ളാന്റെ മെഷീൻ തന്നെ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ നിഷേധിക്കുന്ന നിഅമത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് മൂത്രമെന്ന നിഅമത്താണ് എന്നാണ്. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകളെ നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണത്. വളരെ പ്രധാനപ്പെട്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ടതുമായ ഒരക്രമമുണ്ട്. ബുദ്ധിയെ ആക്രമിക്കലാണത്. ലഹരി ഉപയോഗിക്കൽ ബുദ്ധിയോട് ചെയ്യുന്ന അക്രമമാണ്. കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ അത്ര കള്ളുടിച്ചു, ഇവിടെ അത്ര കള്ളുടിച്ചു, ഓണത്തിന് അത്ര കുടിച്ചു, ക്രിസ്മസിന് ഇത്ര കുടിച്ചു, പെരുന്നാൾക്ക് ഇത്ര കുടിച്ചു. കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. പുതിയ തലമുറ ലഹരിക്കടിമപ്പെടാതിരിക്കാൻ മുതിർന്നവർ, കാരണന്മാര്, മുതിർന്നവര്, വാപ്പാര്, ജ്യേഷ്ഠന്മാര് അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മദ്യപാനികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അടയാളം ഉണ്ടാവുന്നതാണ്. കള്ളുകുടിയൻ നാളെ മഹ്ശറയിൽ ഹാജരാകുമ്പോ അവന്റെ കഴുത്തിൽ ഒരു പാത്രം തൂങ്ങുന്നുണ്ടാകുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടാകുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ കുറച്ച് എക്കോ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്.
ചിലപ്പോൾ ആ മതിലിൻ്റെ ആയിരിക്കും അതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എക്കോ കൂടുതലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഒന്ന് കുറച്ചാൽ നന്നായിരുന്നു. ഒരു പക്ഷേ അവിടെ അങ്ങനെ ഒരു ഉയരമുള്ള മതിലുണ്ടായതുകൊണ്ടായിരിക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ കുറേ അപ്പുറത്തുനിന്ന് ആരോ താളം കാട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതേമാതിരി വേറൊരാൾ അപ്പുറത്തുനിന്ന് പറയാം. ഒരു യാനബി എല്ലാവരും ചൊല്ലി, യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോൾ സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പുതിയ തലമുറയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ നോക്കണം. കള്ളുകുടി, ലഹരിയുടെ ഉപയോഗം ഏത് കാലത്തും അതിന് ലക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷെ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കൂല ലക്ഷണം. പണ്ടൊക്കെ കള്ളുടിച്ച ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ WWW എന്ന് എഴുതിയ മാതിരിയ വരിക. അതൊരു അടയാളമാണ്. പക്ഷെ ഇന്ന് ആ അടയാളമില്ല. ഇന്ന് ആട്ടം നിർത്തിയിട്ടുണ്ട്, ആടൂല, നേരെ ഇങ്ങനെ വരികയുള്ളൂ. അപ്പം അതുകൊണ്ട് പഴയ ലക്ഷണങ്ങൾ പുതിയ കാലത്ത് ഉണ്ടാവില്ല. അപ്പം ലക്ഷണം വേറെ ഉണ്ടാവും. പണ്ടൊക്കെ ഇങ്ങനെ കള്ളുടിച്ചാലും ഓൻ്റെ കണ്ണ് ചോക്കും. ഇപ്പൊ കള്ളുടിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിനൊറ്റിക്കാളം മരുന്നും കിട്ടും. വല്യമ്മാൻ്റെ അളന്നിയും കോയമ്പാണെന്നാണ് തോന്നുക. അപ്പം അതുകൊണ്ട് കണ്ണ് ചോക്കലും ഇല്ല. അങ്ങനെയാണ്. കള്ളുടിച്ചാൽ വാസന ഉണ്ടാവും. ഇപ്പോൾ വാസന നിർത്തി എന്നാണ് കേട്ടത്. മദ്യം, ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലഹരിയുടെ കൂടെ തന്നെ തൊള്ളയിലിടാൻ പറ്റിയ നല്ല ഊതിൻ്റെയൊക്കെ വാസനയുള്ള പാക്കൊക്കെ കിട്ടും. അപ്പോൾ കള്ളുടിച്ചിട്ട് വരുമ്പോൾ ആള് ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുക. നല്ല ഊതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ പഴയ അടയാളങ്ങൾ ഉണ്ടാവില്ല, പുതിയ അടയാളങ്ങൾ നോക്കണം. എന്താണ് പുതിയ അടയാളങ്ങൾ? ഞാൻ ഇപ്പോൾ കുറച്ച് അടയാളമാണ് പറയേണ്ട കാര്യമൊന്നുമില്ല, നാളെ മാറും. എന്നാലും കുറച്ച് അടയാളം പറയാം. ഒന്ന്, പാൻറ്റിൻ്റെ പോക്കറ്റ് വാസന ഉണ്ടാവും എന്നുള്ളതാണ്. തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോൾ ഉമ്മാർ നിർബന്ധമായിട്ടും കുട്ടികളെ പാൻറ്റിൻ്റെ പോക്കറ്റ് വാസനിച്ച് നോക്കണം. ചന്ദനത്തിരിയുടേതുപോലെയുള്ള വാസനകൾ തോന്നുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ അതിൽ വെച്ചു എന്നതിൻ്റെ ഒരു ചെറിയ തെളിവായിട്ട് അതെടുക്കാം. വാസന ഒന്നുമില്ല, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കരുത്. അതൊരു അടയാളമാണെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. വീട്ടിലാകുന്ന സമയത്തെപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. ഒഴിഞ്ഞിരുന്ന് ദൂരേക്കിങ്ങനെ നോക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. 20 രൂപയോ 50 രൂപയോ തുടങ്ങിയ 100 രൂപയിൽ താഴെയുള്ള പൈസ പെരേന്ന് ഇടക്കിടക്ക് കാണാതാകുന്നത് വീട്ടിലാർക്കോ ലഹരി ഉപയോഗമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചെറിയ ചെറിയ പെട്ടികൾ കാണുന്നത്, ചെറിയ ബോക്സ്, എന്തിൻ്റെന്നറിയാത്ത ചെറിയ ചെറിയ ബോക്സുകൾ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, ലാപ്ടോപ്പ്, സൈക്കിള്, മോട്ടോർ സൈക്കിള് പോലത്തെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമായി കണക്കാക്കാം. ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതും കണ്ണിൻ്റെ ചുറ്റുഭാഗത്ത് അടയാളമാറ്റം കാണപ്പെടുന്നതും ലഹരിയുടെ അടയാളമായി മനസ്സിലാക്കാം. അകന്ന കുടുംബത്തോട് ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ ഇഷ്ടവും അടുത്ത കുടുംബത്തോട് അടങ്ങാത്ത ദേഷ്യവും കാണിക്കുന്നത് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ അടയാളമായി മനസ്സിലാക്കാം. ഉമ്മാനോടും പെങ്ങന്മാരോടും വലിയ വീറ, ഇളയമാൻ്റെ മാളെ കെട്ടിച്ചു കൊടുത്ത് കിടക്കിടക്ക് പോണുണ്ട്. അകന്ന കുടുംബത്തോട് താല്പര്യം, അടുത്ത കുടുംബത്തോട് ദേഷ്യം.
ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ലഹരി ഉപയോഗം ഉണ്ടോ നോക്കണം. ഈ പറയണത് നാട്ടുകാരെ കുട്ടികളെ പറ്റിയിട്ടല്ല, അവനാൻ്റെ കുട്ടികളെ നോക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് മറ്റവനോട് ഇക്കാരെന്ന് വിചാരിക്കരുത്. ഈ ഇരിക്കണ എല്ലാവരോടുമാണ്, സ്റ്റേജുമുള്ളവരോടും സദസ്സിലുള്ളവരോടും ഇന്നോടും നിങ്ങളോടും എല്ലാവരോടുമാണ് ഈ പറയണത്. അവനാൻ്റെ കുട്ടികളെ നോക്കണം. ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും 3 അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ഏകദേശം ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം. ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പറയുന്ന പേര്. ഗവൺമെൻറ്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര്. അവിടെ കൊണ്ടുപോയാൽ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാൻ കഴിയുന്നതായിരിക്കും തുടക്കത്തിലാണെങ്കിൽ, അത് മതിയാവും. എന്നാൽ ഭൂരിഭാഗവും മരുന്ന് കൂടി കഴിക്കേണ്ടി വരും. അങ്ങനെ മരുന്ന് കൊടുത്താൽ ഇന്ന് മാറ്റിയെടുക്കാവുന്ന അസുഖമാണ് അഡിക്ഷൻ.